ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ബേബി ഡെവലപ്മെൻറ്റ് നോക്കി, ഇനീഷ്യൽ 1 to 4 വീക്സ് എന്തൊക്കെയാണ് ബേബിയുടെ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഇനീഷ്യൽ സ്റ്റേജസിൽ എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാം അല്ലെങ്കിൽ എന്തൊക്കെ റിസ്കുകളാണുള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടീഷനാണ് എക്ടോപിക് പ്രഗ്നൻസി. അപ്പോൾ എക്ടോപിക് പലർക്കും അറിയാമായിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം. നമ്മൾ യൂഷ്വലി നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ അത് പറഞ്ഞിരുന്നു, എംബ്രയോ ട്രാവൽ ചെയ്ത് ഈ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് തന്നെ എംബ്രയോ ട്രാവൽ ചെയ്ത് യൂട്രസിലെത്തും. അവിടെയാണ് ഇത് ഇംപ്ലാന്റ് ചെയ്യുന്നത് യൂഷ്വലി നോർമൽ രീതിയിൽ. ഇതിന് പകരം എംബ്രയോ ഫെലോപ്പിയൻ ട്യൂബിൽ തന്നെ ഇരുന്ന് ഇംപ്ലാന്റേഷൻ നടന്ന് അവിടെ ഇരുന്ന് വളരും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഫെലോപ്പിയൻ ട്യൂബിലല്ല ഇത് ഇംപ്ലാന്റേഷൻ ആവേണ്ടത്. അപ്പോൾ അവിടെ ഇരുന്ന് എംബ്രയോ വളരാൻ തുടങ്ങുമ്പോൾ ഈ ഫെലോപ്പിയൻ ട്യൂബ് റപ്ചർ ആവാനും പിന്നെ ഇന്റേണൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകാനും ചാൻസസ് ഉണ്ട്. ഇതൊരു വളരെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് ഏറ്റവും ഏർലി കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ നമ്മൾ ഈ സെൽ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച് നമ്മുടെ പ്രഗ്നൻസി അവിടെ എൻഡ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. പക്ഷേ ഫെലോപ്പിയൻ ട്യൂബ് റപ്ചർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സർജറി ചെയ്ത് റിമൂവ് ചെയ്യേണ്ടി വരും. ഫെലോപ്പിയൻ ട്യൂബ്സ് അടക്കം റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നീട് പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസസ് ഒരു ഹാഫായിട്ട് കുറയും. നമ്മൾ യൂഷ്വലി ഓവുലേഷൻ നടക്കുക ഈ ഒരു മാസം റൈറ്റ് സൈഡിൽ നിന്നാണെങ്കിൽ അടുത്ത മാസം ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും. അപ്പോൾ അതിൽ ഒരു സൈഡിൽ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബ് സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള മന്ത്സിലാണ് ഓവുലേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ പ്രഗ്നൻസി ആവാനുള്ള ചാൻസസ് കുറയും. പക്ഷെ നോർമലായിട്ട് പ്രഗ്നൻ്റ് ആകുന്നവരുണ്ട്, പക്ഷെ ചാൻസസ് കുറയും എന്ന് മാത്രം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിൽ നമ്മൾ ജസ്റ്റ് ഈ പ്രഗ്നൻസി കിറ്റ് വഴിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പം നോർമൽ പ്രഗ്നൻസി ആണെങ്കിലും ഫെലോപ്പിയൻ ട്യൂബിലാണ് എക്ടോപിക് പ്രഗ്നൻസി ആണെങ്കിലും ഇത് സെയിം തന്നെയാണ് കാണിക്കുക, പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുക. ബ്ലഡ് ടെസ്റ്റ് എടുത്താലും സെയിം തന്നെ ആയിരിക്കും. നമ്മൾ ഇതിലെല്ലാം HCG കണ്ടന്റ് ആണ് നോക്കുന്നത്. അപ്പോൾ ഈ HCG ഹോർമോൺ എന്തായാലും പ്രസന്റ് ആയിരിക്കും, കാരണം നോർമൽ സെൽ ഡിവിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട്. സ്കാനിങ്ങിൽ മാത്രമേ നമുക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്കാനിൽ മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ഇത് റപ്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പിന്നെ സർജറി മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ ചിലവർക്ക് സിംറ്റംസ് കാണിക്കും, ചിലർക്കൊരു ഷാർപ്പ് ഷൂട്ടിംഗ് പെയിൻ വരും. ഏത് സൈഡിലാണോ, ഏത് സൈഡ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബിലാണോ പ്രശ്നമുള്ളത് ആ സൈഡിലൊരു ഷാർപ്പ് ഷൂട്ടിംഗ് പെയിൻ വരും. ചിലവർക്ക് തലകറക്കം പോലെ വരും. അങ്ങനെ പല സിംറ്റംസും ഉണ്ട്. ഈ സിംറ്റംസ് വഴി ചിലർക്ക് ഹെവി ബ്ലീഡിങ് വരും. അന്നേരമൊക്കെ സ്കാൻ ചെയ്യാൻ ചിലപ്പോൾ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുമായിരിക്കും. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സ്കാനിന് മുന്നേ റപ്ചർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ വഴി ഇത് ക്യൂർ ചെയ്യാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ സർജിക്കൽ റിമൂവൽ വേണ്ടി വരും. അപ്പോൾ ഇതാണ് എക്ടോപിക് പ്രഗ്നൻസി. ഇനി അടുത്ത ഒരു കണ്ടീഷനാണ് കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയും. കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് വളരെ ഏർലി സ്റ്റേജസിൽ, അതായത് 5 വീക്സിന് മുന്നേ ഉള്ള, അതായത് ഈ ഇനീഷ്യൽ 1 to 4 വീക്സിൽ സംഭവിക്കുന്ന ഒരു മിസ്കാരേജ് ആണ് കെമിക്കൽ പ്രഗ്നൻസി. അതായത് ഇംപ്ലാന്റേഷൻ നടക്കും നോർമലായിട്ട്, പക്ഷേ എംബ്രയോ പിന്നീട് അങ്ങോട്ട് ഗ്രോത്ത് ഉണ്ടാവില്ല. അവിടുന്ന് ആ ഒരു പ്രഗ്നൻസി അവിടെ എൻഡ് ആവുകയാണ്. ഇതിന് കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ഹോർമോൺസ് വെച്ചിട്ടാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്കിത് അറിയാൻ പറ്റുന്നത് കാരണം അൾട്രാസൗണ്ടിൽ അത്രയും 5 വീക്സ് എന്ന് പറയുമ്പോൾ ഒന്നും ആയിട്ടുണ്ടാവില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് അത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അൾട്രാസൗണ്ട് വഴി. അപ്പോൾ ഈ നമ്മൾ HCG ഹോർമോൺസ് ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്. ഇനീഷ്യലി നമ്മൾ നോർമൽ പ്രഗ്നൻസി കിറ്റ് വഴി ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 5 വീക്സ് 6 വീക്സ് ഒക്കെ ആകുമ്പോൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ HCG വീണ്ടും അതിൻ്റെ ഗ്രാഫ് ലോയിലേക്ക് പോകും, അതിൻ്റെ ബോഡിയിലുള്ള കണ്ടന്റ് കുറയും. അപ്പം അങ്ങനെയാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഇനി ഇത് വരാനുള്ള കോസസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഈ ക്രോമസോമൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ ചിലപ്പം ഇതുപോലെ കെമിക്കൽ പ്രഗ്നൻസി വരാൻ ചാൻസസ് ഉണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ആ എംബ്രയോ പ്രോപ്പറായിട്ട് ഇംപ്ലാന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം ഇതുപോലെ മിസ്കാരേജ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ വേറൊരു കോസാണ് ഹോർമോൺ എന്തെങ്കിലും ഇംബാലൻസസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ യൂട്രസിൻ്റെ ഈ മെമ്പറൈൻസിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഇംപ്ലാന്റ് ചെയ്യിക്കാനുള്ള ക്വാളിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം ഇതുപോലെ വരാം. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ടെങ്കിലും
ചിലപ്പോൾ ഇതുപോലെ ഏർലി സ്റ്റേജിൽ, അതായത് 5 വീക്സിന് മുന്നേ തന്നെ മിസ്കാരേജസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ഈ കെമിക്കൽ പ്രഗ്നൻസിയിൽ സിംറ്റംസ് ആയിട്ട് ചിലർക്ക് ബ്ലീഡിങ്, ഇപ്പം നമ്മൾ നോർമലി പ്രഗ്നൻസി കിറ്റിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടു, അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു മെൻസ്ട്രുറേഷൻ പോലെ ബ്ലീഡിങ് വരാം. അപ്പോൾ നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും കാണിക്കുന്നത്. ഇതാണ് ഒരു മെയിൻ സിംറ്റം. പിന്നെ നമ്മൾ പിന്നീട് അൾട്രാസൗണ്ടിൽ ചെയ്ത് നോക്കുമ്പോൾ അൾട്രാസൗണ്ടിൽ സാക്ക്, ഈ ഒരു ജസ്റ്റേഷണൽ സാക്ക് കാണിക്കേണ്ടതാണ്, പക്ഷെ അത് കാണില്ല. അപ്പം നമുക്കിതിന് ട്രീറ്റ്മെൻ്റ് ആയിട്ടൊന്നും ചെയ്യാനില്ല. ഈ പ്രഗ്നൻസി അതോടെ അവിടെ എൻഡ് ആവുകയാണ്. നമുക്ക് ഒരു പ്രാവശ്യം അതുപോലെ വന്നു എന്ന് കരുതി അടുത്ത പ്രാവശ്യം അത് വരണം എന്ന് നിർബന്ധമില്ല. പലർക്കും ഒരു പ്രാവശ്യം ഇതുപോലെ കെമിക്കൽ പ്രഗ്നൻസി വന്നതിന് ശേഷം നോർമലായി ഹെൽത്തി ആയിട്ടുള്ള വീണ്ടും പ്രഗ്നൻസി ഉണ്ടാകാറുണ്ട്. അത് ഒരു പ്രശ്നമുള്ളതല്ല. പിന്നെ അത് എന്ത് കോസ് കൊണ്ടാണ് വന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം നമ്മൾ എന്തായാലും വീണ്ടും നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ അതിൻ്റെ കുറച്ചും കൂടി അത് ടേക്ക് കെയർ ചെയ്യേണ്ടതാണ്. ആ ഇനീഷ്യൽ സ്റ്റേജിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ഹോർമോൺസിലെ വേരിയേഷൻസ് വരുത്താം. അപ്പം അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ അതിനെ ടേക്ക് കെയർ ചെയ്യേണ്ടതാണ് കുറച്ചും കൂടി, ഒരു കെമിക്കൽ പ്രഗ്നൻസി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അടുത്ത് വരുന്ന ഒരു കാറ്റഗറിയാണ് ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്. അപ്പം അതിൽ ചിലവരുണ്ട്, ചില അമ്മമാർ ആൽക്കഹോളിക് ആയിട്ടുള്ളവരുണ്ട്, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്, സ്മോക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഫാക്ടേഴ്സ് വളരെയധികം ബേബിയുടെ ഡെവലപ്മെൻറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യും. മിസ്കാരേജസും അതുപോലെ ചിലപ്പോൾ ഡെവലപ്മെൻറ്റ് നടക്കില്ല, പ്രോപ്പറായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വളരെ കോമൺ ആണ് ഇതുപോലെ ആൽക്കഹോളിക് ആയിട്ടുള്ളവർക്കും. നമ്മുടെ നാട്ടിൽ എനിക്ക് അത്ര അറിയില്ല, പക്ഷെ എന്നാലും ഇവിടെ UK ഒരുപാട് പേര് ഇങ്ങനെ ആൽക്കഹോളിക് ആയിട്ടുള്ളവർ ബേബീസിന് ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട്, ഞാനൊരു പീഡിയാട്രിക് സെറ്റിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് കുറേ ഇതുപോലെ അവരുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് കാണാം ആൽക്കഹോളിക് ആയിട്ടുള്ളവർ ബേബിയുടെ ഗ്രോത്ത് ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി പറയണമെന്ന് വിചാരിച്ചത്. നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് ആൽക്കഹോൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു സേഫ് എമൗണ്ട് ഇല്ല. കംപ്ലീറ്റ്ലി അത് അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് റിസർച്ചിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അത് ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മുടെ കഫീൻ ഡെഫിനറ്റ്ലി നമ്മൾ കുടിക്കുന്ന ചായയിലും കാപ്പിയിലും എല്ലാം ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ലിമിറ്റ് ചെയ്യുക. നമ്മൾ ഇവിടുത്തെ ഒരു ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ 200 mg ആണ് മാക്സിമം പറയുന്നത് ഒരു ദിവസം കൺസ്യൂം ചെയ്യാവുന്ന ഒരു സേഫ് ലെവൽ പ്രഗ്നൻസിയിൽ. പക്ഷെ നമുക്ക് എത്രത്തോളം അത് ലിമിറ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ലിമിറ്റ് ചെയ്യാം. കഫീൻ കണ്ടന്റ് ഉള്ള നമ്മൾ ചായയും ഇതൊക്കെ ഒരുപാട് കുടിക്കുമ്പോൾ മിസ്കാരേജസും അതുപോലെ ബേബിയുടെ ഡെവലപ്മെൻറ്റിനെ അത് എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. സ്മോക്കിംഗ് അതിൽ ഡെഫിനറ്റ്ലി വരും. ഇപ്പം നമ്മൾ സ്മോക്ക് ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ സ്മോക്ക് ചെയ്യുകയാണെങ്കിലും അതും നമുക്കൊരു എക്സ്പോഷറാണ്. അപ്പം മാക്സിമം അത് എല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്ന ഒരെണ്ണമാണ് എക്സ്റേ റേഡിയേഷൻ. നമ്മളിപ്പം ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, നമ്മളിപ്പോൾ ICUലൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ മിക്ക ദിവസവും എക്സ്റേ ഉണ്ടാവും ഓരോ പേഷ്യൻസിനും. അപ്പോൾ ഒരുപാട് ഇതേപോലെ എക്സ്റേ റേഡിയേഷൻസിൻ്റെ എക്സ്പോഷർ വരികയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ബേബീനെ എഫക്റ്റ് ചെയ്യും, ബേബിയുടെ ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും. ചിലർക്ക് മിസ്കാരേജസ് വരാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ മാക്സിമം അങ്ങനത്തെ ഇതെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഒരു കാറ്റഗറിയാണ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. അതായത് നമുക്ക് യൂഷ്വലി നോർമലായിട്ട് ഉണ്ടായിരിക്കേണ്ടത് 46 ക്രോമസോംസ് ആണ്. അതായത് 23 പെയേഴ്സ് ആണ്. ചില സമയങ്ങളിൽ അത് എക്സ്ട്രാ വരും, അല്ലെങ്കിൽ ഒരെണ്ണം മിസ്സാവും, അല്ലെങ്കിൽ അത് റീഅറേഞ്ച്ഡ് ആയി പോവും. അങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷൻസ് ആണ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്. അത് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏർലി സ്റ്റേജസിൽ ഓഫ് പ്രഗ്നൻസിയിൽ വരുന്ന കുറച്ച് കോംപ്ലിക്കേഷൻസും റിസ്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. ഇതിൻ്റെ ബാക്കി ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നൊക്കെ ഇനി വരുന്ന വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.